ആദ്യം ഇപ്പം ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവാനുള്ള കാരണം ഈ പ്രദേശത്ത് നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നൊരു കുടുംബത്തിന്റെ അവസ്ഥയിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ ഒരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞങ്ങളെന്ന് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സുരേഷ് ഗോപിയും കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ഞാനും കൂടെ ചേർന്നുകൊണ്ട്, കാരണം ഇത് വഴിയില്ലാത്ത വസ്തുവായതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി കുറച്ചുകൂടെ ബഡ്ജറ്റ്, എന്നാലും നല്ലൊരു വീട് ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം കേൾക്കേണ്ടി വരുന്നൊരു പഴി എന്ന് പറയുന്നത് ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ്, തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പ്രത്യേക രാഷ്ട്രീയക്കാരെ ആരെയും ഞാൻ വിളിക്കാതിരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ 2020 ഞാൻ വരാനുണ്ടായ സാഹചര്യം ആദ്യം ഞാൻ പറയാം. കൊട്ടാരക്കരയിൽ നിങ്ങൾ ഉൾപ്പെടുന്ന പല മാധ്യമങ്ങളും UDFന്റെ സ്ഥാനാർത്ഥിയായി ഞാൻ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വിട്ടിട്ടുണ്ട്. അപ്പം കൊട്ടാരക്കരയിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്നുള്ളതല്ല, എൻ്റെ നാട്ടിൽ ഇന്നലകളിൽ എൻ്റെ മുന്നിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ജനതയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഒന്നുകിൽ സംസാരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുക. അപ്പോൾ എന്നെ കണക്കൊരാൾ മുൻപും തെരഞ്ഞെടുപ്പിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരുന്ന സമയത്ത് ആ അവസരം നിഷേധിച്ച അന്നത്തെ രാഷ്ട്രീയ നേതാവ് കൊടിക്കുന്നിൽ സുരേഷായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് എനിക്ക് പകരം മറ്റൊരാളെ കോട്ടാത്തല ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിപ്പിക്കുകയും ഞാൻ അവിടെ സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയും ചെയ്തു. അന്ന് 1700 വോട്ട് ഒരു CPM കോട്ടാത്തലയിൽ എനിക്ക് ലഭിച്ചതുമാണ് ഒറ്റയ്ക്ക് മത്സരിച്ച സമയത്ത്. സമാനമായൊരു സാഹചര്യമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങി വരുന്നതെന്ന് എനിക്ക് തോന്നി. സ്വതന്ത്രനായിട്ട് കൊട്ടാരക്കര മത്സരിക്കണം. ഐഷ പോറ്റി 4 വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്ന ഐഷ പോറ്റിയെ കൊണ്ടുവന്നത് കോൺഗ്രസിനെ രക്ഷിക്കാനോ അല്ലെങ്കിൽ ബാലഗോപാലിൽ നിന്ന് ഈ സീറ്റ് തിരിച്ചു പിടിക്കാനോ ഒന്നും ആയിരുന്നില്ല എന്നതാണ് അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം. ഞാൻ കൊട്ടാരക്കരയിൽ മത്സരിക്കുമെന്ന് തോന്നിയ ചില ആൾക്കാർ അവിടെ നിന്ന് എന്നെ ഒഴിവാക്കാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് ഐഷ പോറ്റിയുടെ രാഷ്ട്രീയ പ്രവേശനം. അതിനുവേണ്ടി അവർ ഐഷ പോറ്റിയുമായി നടത്തിയ ചർച്ചകൾ പലതും എനിക്കറിയാം. അപ്പോൾ രണ്ടായാലും അത് അങ്ങനെ സംഭവിച്ചു. ഐഷ പോറ്റി കൊട്ടാരക്കര വന്നു. ഇത്രയും വലിയ കോൺഗ്രസ് തരംഗം ആഞ്ഞടിച്ചിട്ടും കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി പരാജയപ്പെട്ടത് അവിടുത്തെ കോൺഗ്രസ് അത്രയും ദുർബലമായതുകൊണ്ടാണ്. ഈ കോൺഗ്രസിന്റെ ദുർബലത, കോൺഗ്രസിനുള്ളിലുള്ള വ്യക്തിബന്ധങ്ങളൊക്കെ മുതലാക്കിക്കൊണ്ടും ഒരു സ്വതന്ത്രനായിട്ട് മത്സരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ മാന്യമായ ഒരു വോട്ട് അവിടെ പിടിക്കാൻ പറ്റുമെന്നുള്ള എൻ്റെ ചിന്ത ആ സമയത്തുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് NDAയുടെ പല ഏജൻസികളും എന്നെ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വലിയ സാമ്പത്തിക ഓഫറുകൾ നൽകി ബന്ധപ്പെട്ട ഏജൻസികളുണ്ട്. 2020യുടെ ഭാഗമായിട്ട് തന്നെ ആദ്യം ബന്ധപ്പെടുന്നത് NDAയുടെ റാം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു നാഷണൽ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഏതൊരു ടീമിനെ ഏൽപ്പിച്ചതാണ്. പല പ്രാവശ്യം എന്നെയും മാനേജരെയും ഒക്കെ ബന്ധപ്പെട്ടപ്പോഴും ഞാൻ ഇയാളെ കാണാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല. ഫെബ്രുവരി 5 ശ്രീ രമേശ് ചെന്നിത്തല എന്നോട് ഏത് മണ്ഡലം അഖിലിന് നോക്കണം, അതായത് കൊട്ടാരക്കര ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് മണ്ഡലം നോക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ആദ്യം പറയുന്നത് നിയമം നോക്കിക്കോളൂ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ തലശ്ശേരി ധർമ്മടം നോക്കിക്കോളൂ എന്നാണ്. കാരണം അവിടെ എനിക്ക് പൊളിറ്റിക്സ് സംസാരിക്കാനുള്ള ഒരു സ്പേസ് സൃഷ്ടിക്കപ്പെടുമെന്നുള്ളതായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, സംഘടനാപരമായി ദൗർബലമുള്ള പ്രദേശത്തൊന്നും പോയി ചുമ്മാതെ ഭാവി കളയരുത്, കാര്യം നിങ്ങൾക്കൊക്കെ മറ്റ് മേഖലയിൽ നിന്ന് വരുമാനം വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞതിന് ശേഷം സാബു ജേക്കബ് എന്നെ ബന്ധപ്പെടുന്ന സമയത്ത് അപ്പോൾ ഇതിനുശേഷം ഈ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഞാൻ പല പ്രാവശ്യം ചില സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കോൺഗ്രസിന്റെ ആശയവുമായി ചേർന്ന് പോകുന്നതല്ല. ഞാനത് വ്യക്തിപരമായിട്ട് ശ്രീ VD സതീശന് ഞാൻ മെസ്സേജ് അയച്ചതാണ്. രാഷ്ട്രീയമായിട്ട്, അതായത് നമ്മൾ വർഗീയതയ്ക്കെതിരെ പറയുമ്പോൾ കേവലം ഒരു NSS, SNDP, RSS മാത്രമാക്കി ചുരുക്കാതെ അതിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വർഗീയ രാഷ്ട്രീയം കൂടെ നിങ്ങൾ തുറന്ന് കാണിക്കൂ എന്ന് ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചാണ്. അതിനുശേഷം എനിക്ക് അദ്ദേഹം മെസ്സേജ് ഒന്നും അയച്ചില്ല. പക്ഷേ ഞാനിത് പറഞ്ഞത് ഇതിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോൾ എനിക്ക് ഒരിക്കലും കോൺഗ്രസിൽ നിന്നൊരു സീറ്റൊന്നും ലഭിക്കത്തില്ല എന്ന് എനിക്ക് മനസ്സിലായതിനു ശേഷം സ്വതന്ത്രമായി മത്സരിക്കാൻ തീരുമാനിച്ച് എനിക്ക് കിട്ടിയ ഒരു അവസരമാണ് 2020യുടെ സ്വതന്ത്ര ചിഹ്നത്തിൽ കൊട്ടാരക്കര മത്സരിക്കാൻ ഉണ്ടാകുന്ന അവസരം. 40,000 വോട്ടാണ് കൊട്ടാരക്കരയിൽ BJPക്ക് 2 നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നത്. അപ്പോൾ 40,000 വോട്ട് പഞ്ചായത്തിൽ കിട്ടിയ BJPക്ക് 2 നിയമസഭയിലും അത് 21,000-20,000 എത്തിക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് BJPയുടെ വോട്ട് കൂടാതെ വ്യക്തിപരമായി നേടിയെടുക്കാൻ കഴിയാവുന്ന വോട്ടുകൾ അവിടെ പിടിച്ച് കൊട്ടാരക്കരയിൽ ഒരു മാന്യമായ പ്ലേസ്മെന്റ് ഉണ്ടാക്കിയെടുക്കാം, കുറഞ്ഞ പക്ഷം കോൺഗ്രസിനെ 3ാം സ്ഥാനത്ത് എത്തിക്കാം, ഈ ഒരു ചിന്തയിലാണ് മത്സരിക്കാൻ തീരുമാനിച്ചത്. ഇതാണ് സാബു ജേക്കബ് എനിക്ക് നൽകിയ ഓഫറും. ഡൽഹിയിൽ വെച്ച് ഫെബ്രുവരി 11 ഡൽഹിയിലാണ് ഞാനെന്നും ഉറപ്പ് നൽകിയെങ്കിൽ മാത്രമേ കൊട്ടാരക്കര സീറ്റ് ഞങ്ങൾ മേടിക്കത്തുള്ളൂ, അഖിൽ 2020 വന്നെങ്കിൽ മാത്രമേ കൊട്ടാരക്കര സീറ്റ് മേടിക്കൂ, കാര്യം കൊട്ടാരക്കരയിൽ അവർക്ക് ആളില്ല, കൊട്ടാരക്കരയിൽ നല്ല ഒരിടത്ത് അവർക്ക് ആളില്ല എന്നുള്ളത് പിന്നീട് ഞാൻ തൃക്കാക്കര വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഈ സീറ്റ് ഉറപ്പ് പറയുന്നു. ഫെബ്രുവരി 15 ശിവരാത്രി നോക്കണം, 15 16 ആണ്. ഞാൻ തലേ ദിവസം, എൻ്റെ നാട്ടിൽ ശിവരാത്രി ഉത്സവമാണ്, തലേന്ന് ഞാൻ പോകുമ്പോൾ തന്നെ ഇദ്ദേഹം പറയുന്നത് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. ശിവരാത്രിയുടെ വന്നതിന് ശേഷം ഞാൻ പറയുന്നു ഐ സ്റ്റാർട്ടഡ് മൈ ക്യാമ്പയിൻ എന്ന് ഞാൻ പറയുന്നു. അതിനുശേഷം രശ്മി BJPയിലേക്ക് വരാൻ പോകുന്നു എന്നൊരു തീരുമാനം ഞാൻ അറിയുന്നു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചു, രശ്മി ഇങ്ങനെ വരുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ഞാൻ രാഷ്ട്രീയക്കാരനൊന്നുമല്ല, എനിക്ക് പറഞ്ഞ ഒരൊറ്റ വാക്കേ ഉള്ളൂ, ഞാൻ രാഷ്ട്രീയക്കാരെ കണക്ക് 10 അഭിപ്രായം പറയുന്ന ഒരാളല്ല. അഖിൽ അങ്ങനെ കൂടെ എന്നെ വിളിച്ചിട്ട് കൊട്ടാരക്കര സീറ്റ് കിട്ടുമോ എന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞാൽ അത് പറഞ്ഞതാണ്. ഓക്കെ, അങ്ങനെ സംസാരിച്ച് മനസ്സിലായി. ഞാൻ പിന്നീട് ഫെബ്രുവരി 19 മറ്റോ ഞാൻ വീണ്ടും ഇദ്ദേഹത്തെ നേരിട്ട് കാണുന്നു. നേരിട്ട് കണ്ട സമയത്ത് ഓഫീസിൽ നിന്ന് ഞാൻ പറയുന്നു, ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്,
അപ്പം കാരണം പുള്ളിക്ക് അടിസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. ഞാൻ പറയുന്നു, ഒരാൾ നിയമസഭയിൽ കോൺഗ്രസ് വിട്ട് നിയമസഭയിൽ മത്സരിച്ച ഒരാൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വന്നാൽ സ്വാഭാവികമായും ബി ജെ പിക്ക് അവർക്ക് സീറ്റ് കൊടുക്കണം. അപ്പോൾ സാറി പറയുന്ന ഉറപ്പാണോ? കൊട്ടാരക്കരയിൽ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാറി എന്നോളാം, പ്രശ്നമില്ല. വെറുതെ എനിക്ക് എൻ്റെ അച്ഛൻ അന്ന് മുതൽ എൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല. അച്ഛൻ ഭയങ്കര കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ പല സുഹൃത്തുക്കളും ഞാനുമായിട്ടാകുന്നു. പലരും ഞാനെടുത്ത തീരുമാനത്തോട് വിയോജിച്ചു. സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ അതിശക്തമായ നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്നു. എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാർ പലരും തെറി വിളിക്കുന്ന സാഹചര്യം വരുന്നു. ഞാൻ ഒരു മതേതര മൂല്യത്തോടു കൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ 2020 പോകുന്നത് തന്നെ. കാര്യം എനിക്ക് ഇപ്പം ബി ജെ പിയുടെ വികസന രാഷ്ട്രീയത്തോട് ഞാൻ ഭയങ്കര യോജിപ്പാണ്. പക്ഷേ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്ന വർഗീയതയ്ക്ക് ഒരിക്കലും ഞാൻ കൂട്ടുപിടിക്കത്തില്ല, അതിനെ ഞാൻ പിന്തുണ സംസാരിക്കുന്നതുമില്ല. അതുകൊണ്ട് തന്നെയാണ് 2020 നിൽക്കാം എന്നുള്ള എൻ്റെ തീരുമാനം വരുന്നത്. പക്ഷേ ഇതിനെ തുടർന്ന് എനിക്ക് വരുന്ന സൈബർ അറ്റാക്ക് കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിന് അറിയാം. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഇതിനെല്ലാം മറുപടി കൊട്ടാരക്കര വഴി കൊടുക്കണം. ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് കൊട്ടാരക്കരയിൽ സീറ്റില്ല എന്ന് ഞാൻ അറിയുന്ന ഫെബ്രുവരി 25 രാജീവ് ചന്ദ്രശേഖരനെ അതിനുശേഷം ഞാൻ നേരിട്ട് കാണുന്നു. അതായത് അദ്ദേഹം എറണാകുളത്ത് വരുന്ന സമയത്ത് അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഞാൻ മറന്നുപോയി എന്നാണ്. അതായത് ഒരാളെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന് സീറ്റ് കൊടുത്തു എന്ന കാര്യം അദ്ദേഹം മറന്നുപോയി എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ വിചാരിച്ചു അഖിൽ പത്തനാപുരത്താണെന്നൊക്കെയാണ് ഞാൻ കരുതിയതെന്ന് ഇങ്ങനെ പറയുന്നു. ഞാൻ പറഞ്ഞു, സാറേ ഇതാണ് അവസ്ഥ, എൻ്റെ സാഹചര്യം ഇതാണ്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പരിഹരിക്കാം. അന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രതീഷ് വിശ്വനാഥ് ഉണ്ടായിരുന്നു. പ്രതീഷ് വിശ്വനാഥിനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്നെ കൊണ്ട് കുഴി ചാടിക്കരുത്, എൻ്റെ ജീവിതം നിങ്ങൾ ഇല്ലാതാക്കരുത്, ഇല്ല അഖിലിന് മാന്യമായ അക്കോമഡേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് തരാം. അങ്ങനെ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് RSSന്റെ മുതിർന്ന നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ട് എൻ്റെ വിഷമങ്ങൾ ഞാൻ അവരോട് പറയുന്നു. അപ്പോൾ അവർക്കും യാഥാർത്ഥ്യം മനസ്സിലായി. കാരണം സാബു ജേക്കബും ഇങ്ങനൊരു ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് നമ്മൾ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ഈ തീരുമാനം എന്തായാലും അവർക്ക് നടപ്പിലാക്കാൻ പറ്റത്തില്ല. കാര്യം അവർ രശ്മിക്കും ഉറപ്പ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ രശ്മിയെ കൊട്ടാരക്കര മത്സരിപ്പിക്കുമ്പോൾ പിന്നീട് അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ മറ്റേതെങ്കിലും ഒരു മാന്യമായ സ്ഥലത്ത് നമ്മളെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ തൃപ്പൂണിത്തുറ സീറ്റ് ആ സമയം വരെയും 2020 ആയിരുന്നില്ല. അപ്പം ഞാനിത് സാബു ജേക്കബിനോട് ചോദിക്കുന്നുണ്ട്, തൃപ്പൂണിത്തുറ സീറ്റ് 2020 അല്ല എന്നുണ്ടെങ്കിൽ ഇനി തൃക്കാക്കര സീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമ്മൾ നേരത്തെ ഇതിന്റെ പ്രവർത്തനം തുടങ്ങണം. കാര്യം ഒരു 10,000-ഓളം വോട്ടർ പട്ടികയിൽ പുതിയതായിട്ട് നമുക്ക് വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കാം. ഒരു കാര്യം ചെയ്യും, ഞാൻ പല ഫ്ളാറ്റുകളിലെയും പല കെയർടേക്കർമാരെയും മാനേജേഴ്സിനെയും കണ്ടിട്ട് ഈ ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കാരോട് നിശബ്ദമായിട്ട് ഞാൻ പറയാം, തൃക്കാക്കരയിലാണ് ഇനി അവസാനം ഞാൻ മത്സരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ നമുക്ക് നേരത്തെ മാക്സിമം നമ്മളിലേക്ക് ആൾക്കാരെ കൂട്ടാം, സംഘടന പ്രവർത്തനം നടത്താം. ഇയാൾ ഒരക്ഷരം മിണ്ടിയില്ല. ഇതിങ്ങനെ നീണ്ടു പോയി. തൃപ്പൂണിത്തുറ സീറ്റിന്റെ കാര്യം ഞാൻ RSS നേതാക്കന്മാരെ കാണാൻ പോയ ദിവസം, ഞാൻ അവിടെ കാണാൻ പോകുന്ന അറിഞ്ഞ ദിവസം ഇങ്ങനെ അവിടെ ഓടിപ്പിടിച്ച് വന്നു. എൻ്റെ അപ്പുറത്ത് പുള്ളി വന്നിരിക്കുകയാണ്. അവിടെ ഇരുന്ന് സംസാരിച്ചു. അതിനുശേഷം എൻ്റെ അടുത്ത് തൃപ്പൂണിത്തുറയിലെ സാധ്യതകൾ ചോദിക്കുന്നു. ഞാൻ സാധ്യതകളും കാര്യങ്ങളും ഞാൻ എഴുതി അയക്കുന്നു. തൃപ്പൂണിത്തുറ സീറ്റ് അങ്ങനെ 2020 അലോക്കേറ്റ് ചെയ്യുന്നു. BJP നേതാക്കന്മാർ എന്നോട് പറയുന്നത് അഖില തൃപ്പൂണിത്തുറ സീറ്റ് ഉണ്ടാവും, അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. മാർച്ച് 15 എന്നെ വിളിച്ച് പറയുന്നു, ഇലക്ഷൻ പ്രഖ്യാപിച്ച ദിവസം എന്നെ വിളിച്ച് പറയുന്നു, തൃക്കാക്കര സീറ്റാണ് ഡൽഹിയിൽ നിന്ന് എഴുതി വന്നതെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ എന്താ പൊട്ടനാണെന്നാണോ നിങ്ങളുടെ വിചാരം? ഈ ഡൽഹിയിൽ നിന്ന് തൃക്കാക്കര സീറ്റ് എഴുതി വരാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ ഇരിക്കുന്നവരാണോ 2020 ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത്? 2020 സീറ്റ് അലോക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പണിയല്ലേ BJPക്കുള്ളൂ. അത് നിങ്ങൾക്ക് തന്നു, തൃപ്പൂണിത്തുറ സീറ്റ് നിങ്ങൾക്ക് തന്നു. പക്ഷെ നിങ്ങൾ ആരെ മത്സരിക്കണോ നിങ്ങൾക്കല്ലേ തീരുമാനിക്കാൻ പറ്റുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഞാൻ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ഒരു C-ക്ലാസ് മണ്ഡലത്തിൽ, BJPയുടെ ഒരു C-ക്ലാസ് മണ്ഡലത്തിൽ, സംഘടനയില്ലാത്തുള്ള മണ്ഡലത്തിൽ ഞാൻ വന്ന് മത്സരിക്കുമ്പോൾ BJPയുടെ ഒരു A-ക്ലാസ് മണ്ഡലത്തിൽ നിങ്ങൾ ആരെയാണ് മത്സരിപ്പിക്കുന്നത്? നിങ്ങൾ ആരെയാണ് കൊണ്ടുവരുന്നത്? അതെങ്കിലും എൻ്റെ അടുത്തൊന്ന് പറയൂ. അല്ല, അത് നമുക്ക് അങ്ങനെ ഒരാളുണ്ട്, അത് ഭയങ്കര ഭക്തിപരമായി നിൽക്കുന്ന ആളുണ്ട്, മറ്റേതുണ്ട്. ഞാൻ ചോദിച്ചു, മറ്റേ കാഞ്ചി മഠാധിപതിയോ വല്ലോ ഞാൻ ചിദാനന്ദപുരി സ്വാമിയാണെന്ന് മത്സരിപ്പിക്കുക ഉദ്ദേശിക്കുന്നത്. ഞാൻ തമാശയ്ക്ക് ചോദിക്കുകയും ചെയ്യുന്നു. അതായത് ഭയങ്കര വേറെ അങ്ങനെ എന്തൊക്കെയാണ് എന്നോട് പറയുന്നത്, എന്തൊക്കെ മരാന്ന് സംസാരിച്ചു. ഇത് കഴിഞ്ഞ് ഈ സീറ്റ് നഷ്ടപ്പെട്ടു, തൃക്കാക്കരയിലാണെന്ന് പറയുന്നു. പിന്നെ എൻ്റെ മുമ്പിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഞാൻ ഇവരുടെ അടുത്ത് കയറി, ഓഫീസിൽ കയറി ഞാൻ ഭയങ്കര ബഹളം വെച്ചു അന്ന് തന്നെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ ഓഫീസിൽ വെച്ച് ആത്മഹത്യ ചെയ്തിട്ട് നിങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതാണ് എനിക്കിപ്പോൾ തോന്നിയെന്ന് പറഞ്ഞു. ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. അന്ന് അമ്മാതിരി നെറുകേടാണ് എൻ്റെ അടുത്ത് ഇവർക്കാണ്. സാബു ജേക്കബിനോട് തന്നെയാണ് ഇത് ഞാൻ പറഞ്ഞത്. നിങ്ങളെ ഇതിനകത്ത് വന്ന് വെടിവെച്ച് കൊന്നിട്ട് പുറത്തിറങ്ങി ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമാണ് നിങ്ങൾ ഒരുക്കിയത്. എന്നെ ഇഷ്ടപ്പെട്ട ഒരു ജനതയെ നിങ്ങൾ എന്നെ വെറുപ്പിച്ചു. നിങ്ങൾ എനിക്ക് പറഞ്ഞ വാക്ക് പാലിച്ചില്ല. നിങ്ങൾ എന്നെ പൂർണ്ണ അർത്ഥത്തിൽ ചതിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് തൃക്കാക്കര നമ്മൾ മത്സരിക്കാൻ വന്നു. തൃക്കാക്കര മത്സരിക്കാൻ വരുന്ന സമയത്ത് ഞാൻ എന്തുകൊണ്ട് തൃക്കാക്കര മത്സരിച്ചു നിങ്ങൾ ചോദിച്ചാൽ, 140 നിയോജക മണ്ഡലങ്ങളുടെ രാഷ്ട്രീയം അതിഭീകരമായി മാധ്യമങ്ങളിൽ ചർച്ച നടക്കുകയാണ്. ഇതിന്റെ ഇടയിലൂടെ ഞാൻ കയറി പറയുകയാണ്, എന്നെ സാബു ജേക്കബ് കൊട്ടാരക്കര സീറ്റ് തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും മൈൻഡ് പോലും ചെയ്യത്തില്ല. അവിടെ ഞാനെന്ന് പറയുന്ന വ്യക്തി പരിപൂർണമായും ഇല്ലാതാവും. പിന്നെ ആകെ എൻ്റെ മുന്നിലുള്ള ഓപ്ഷൻ തൃക്കാക്കരയിൽ മത്സരിക്കുക. എനിക്ക് എത്ര വോട്ട് നേടിയെടുക്കാൻ കഴിയും ആ വോട്ട് അവിടെ നേടിയെടുക്കാൻ ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച സമയത്ത് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞത് 18 കൗൺസിലർമാർ തൃക്കാക്കരയിലുണ്ട്, നമുക്ക് 15,000 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം അവിടെ കിട്ടിയതാണ്. ഇങ്ങനെ പല സാഹചര്യങ്ങളുമൊക്കെ പറയുന്നു. അഖിലിന് അവിടെ വലിയ സാധ്യതകളുണ്ട്, നമ്മൾ അങ്ങനെ ചെയ്തുതരാം ഇങ്ങനെ ചെയ്തുതരാം എന്നെല്ലാം പറയുന്നു. 2 പേരാണ് തൃക്കാക്കരയിൽ എൻ്റെ കൂടെ 2020 വേണ്ടി വർക്ക് ചെയ്യാൻ പൂർണ്ണ സമയം ഉണ്ടായിരുന്നു. പൂർണ്ണ സമയം അവിടെ എവിടെയും ചെല്ലുമ്പോൾ ചില ആൾക്കാരെ കാണുന്നതല്ലാതെ ഒരു മനുഷ്യനില്ല. അവസാനം കൊട്ടാരക്കരയിൽ നിന്നും കൊച്ചിയിലും
തൃശ്ശൂരും മറ്റു പല സ്ഥലങ്ങളിലുമുള്ള എൻ്റെ അടുപ്പക്കാരെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും കൂടെ വിളിച്ചിട്ടാണ് ബി ജെ പിക്കാർ ഉള്ളവരെൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഉണ്ട് കേട്ടോ. ഞാൻ 2020 കാര്യമായി പറയുന്നത്. ബി ജെ പിക്കാർ ആത്മാർത്ഥമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അവരെൻ്റെ കൂടെ പ്രവർത്തിച്ചു. 2020 പക്ഷേ ആളില്ല. എന്നിട്ട് നമ്മൾ ആ തെരഞ്ഞെടുപ്പ് മുതൽ കേട്ടോണ്ടിരിക്കുന്ന പഴി എന്താ? കോടിക്കണക്കിന് രൂപ കിട്ടി. ഞാൻ 20 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ BMW ബൈക്ക് വിൽക്കുന്നത് ഏപ്രിൽ 2-ാം തീയതിയാണ്. ഏപ്രിൽ 2 എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾ BMW ഷോറൂമിൽ തന്നെ പോയി ചോദിച്ചു നോക്കൂ. തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണോ ഈ ബൈക്ക് വിറ്റത്? അല്ല, എനിക്കൊരു തമാശയായിട്ട് ഞാൻ വിറ്റതാ. 20 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചൊരു ബൈക്ക് ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കുമ്പോൾ പൈസയുടെ ആവശ്യം ഉണ്ടായതുകൊണ്ടല്ലേ. ഒരു വർഷമായിട്ടുള്ളൂ.